റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ പുതിയ പണനയം പ്രഖ്യാപിച്ച് RBI. നിരക്ക് 5.5% നിലനിർത്താൻ തീരുമാനിച്ചു. രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ GSTയിൽ വരുത്തിയ പരിഷ്കരണം പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രിക്കുന്നതിന് അനുകൂലമായി എന്ന വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് RBI ഗവർണർ ഇപ്പോൾ പങ്കുവെക്കുന്നത്. വിശദാംശങ്ങളും വിലയിരുത്തലുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന GST പരിഷ്കരണങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ സാധാരണക്കാരന് ആകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ഈ GST നിരക്കിലെ വ്യത്യാസം, GST നിരക്കിൽ വരുത്തിയ സ്ലാബുകളിൽ കാതലായ മാറ്റം, വെറും കേവല മാറ്റം എന്നതിനപ്പുറം കാതലായൊരു മാറ്റമാണ് GST നിരക്കിൽ വരുത്തിയത്. സ്വാഭാവികമായും വില കുറയുന്നൊരു സാഹചര്യം, അതുപോലെ തന്നെ മറ്റു ചില നയങ്ങൾ, അതായത് പല സ്ലാബുകൾ മാറ്റുന്നു. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ 5%-ൻ്റെയും 12%-ൻ്റെയും 18%-ൻ്റെയും പിന്നെ 40%-ൻ്റെയും ഒക്കെ ആയിരുന്നു ടാക്സ് സ്ലാബുകൾ. ഇപ്പോൾ നിലവിൽ 12%, ഇപ്പോൾ ഈ നിലവിലുള്ള ടാക്സ് സ്ലാബുകളെല്ലാം തന്നെ കാര്യമായൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 12% എന്ന സ്ലാബ് പൂർണ്ണമായും ഇല്ലാതാക്കി അത് 5% എന്ന സ്ലാബിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും 12%, 5%ത്തിലേക്ക് GST ചുരുങ്ങുമ്പോൾ വലിയൊരു വ്യത്യാസം വിലയിൽ വരുന്ന, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വരുന്ന, ചുമത്തുന്ന താരിഫിൽ വരുന്ന ഒരു വ്യത്യാസമുണ്ടാകുന്നു. ഇത് കൃത്യമായ സ്വാധീനം ഈ വിപണിയിൽ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് നേരത്തെ ഓഗസ്റ്റിൽ, അതായത് അവസാനം ഈ പണപ്പെരുപ്പ് നിരക്ക് ഫോർകാസ്റ്റ് ചെയ്ത വേളയിൽ ഓഗസ്റ്റിൽ ഇത് കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ എത്രയാണോ പണപ്പെരുപ്പം ഉണ്ടാകാനുള്ള സാധ്യത കണക്ക് കൂട്ടിയിരുന്നത് അതിനേക്കാൾ കുറവാണ് പണപ്പെരുപ്പ് നിരക്ക് എന്ന് കൃത്യമായ ഒരു സൂചന തന്നെ പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വിശദീകരണം തന്നെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഏറ്റവും നിർണായകമായൊരു ഘടകം തന്നെയാണത്. GST പരിഷ്കരണം വളരെയധികം സ്വാധീനിക്കുന്നു സമൂഹത്തിൽ. അത് വില നിയന്ത്രണത്തിനും വില കുറയ്ക്കുന്നതിനും സാധാരണക്കാരുടെ ജീവിതത്തെ ഗുണകരമായി സ്വാധീനിക്കുന്നതിനും ഏറെ പ്രയോജനപ്പെട്ടു എന്ന വസ്തുത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും അത് തെളിവുകൾ സഹിതം, അല്ലെങ്കിൽ നമുക്ക് കണക്കുകൾ സഹിതം ബോധ്യപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. ഉത്പാദനവും അതുപോലെ തന്നെ അതിൻ്റെ വിപണനവും കൃത്യമായി നടക്കുന്നു. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉത്പാദനം കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം വരും. പണപ്പെരുപ്പ് നിരക്ക് കേവലം GST കുറച്ചതിൻ്റെ ഘടകം കൃത്യമായി അതിലുണ്ടാകുമെങ്കിലും ഉൽപ്പാദനവും കൃത്യമായി നിലനിർത്താൻ സാധിച്ചു എന്നതാണ്. ഉൽപ്പാദനക്ഷമതയിലും ഉൽപ്പാദനത്തിലും കൃത്യമായ സ്റ്റാൻഡിംഗ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കൃത്യമായും ഈ GST നിരക്കിൻ്റെ കൂടി സ്വാധീനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വില നിയന്ത്രണമാണ് പ്രായോഗികമായും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും GST നിരക്കിലെ കുറവ് കൃത്യമായതിനെ സ്വാധീനിക്കുകയും ചെയ്തിരിക്കുന്നു. ഉൽപ്പാദനത്തെയും തൊഴിലവസരങ്ങളെയും അതുപോലെ തന്നെ ആ വില വർദ്ധിക്കുന്ന ടാക്സിൻ്റെ ഘടകത്തെയും ഒരേ സമയം സ്വാധീനിച്ച ഒരു സാധ്യതയിലാണ് പണപ്പെരുപ്പ് നിരക്ക് കൃത്യമായി കുറഞ്ഞതെന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ RBI ഗവർണർ പ്രഖ്യാപിച്ച റിപ്പോ നിരക്ക് 5.5% തുടരുകയും സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 5.25, മാർജിനൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി 5.75 ആയി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന അതേ നിരക്കിൽ തന്നെ തുടരുകയും ചെയ്യുമെന്നാണ് RBI ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു പല ഘടകങ്ങളും, അതായത് ഭാരതത്തിൻ്റെ സമ്പദ് രംഗത്തെ സംബന്ധിച്ച് പല കൃത്യമായ ചില ഘടകങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും. ശക്തമായൊരു സാമ്പത്തിക വളർച്ച, റെസിലിയൻ്റായ ഒരു സാമ്പത്തിക വളർച്ച നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായും സാമ്പത്തിക വളർച്ചയുടെ തോത് ശക്തമായി തന്നെ തുടരുന്നു. അത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ്. പണപ്പെരുപ്പ് നിരക്ക് കുറയുന്നു, അതുപോലെ തന്നെ ഉത്പാദന വർധന ഉണ്ടാകുന്നു. സ്വാഭാവികമായും സാമ്പത്തിക വളർച്ച ശാക്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഈ വർഷത്തെ GDP കണക്കുകളെ കൃത്യമായി സ്വാധീനിക്കുകയും ചെയ്യും. സേവന മേഖലയിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നൊരു നീക്കമുണ്ടാകുന്നത്, അതായത് ഇൻഷുറൻസ്, അനുബന്ധമായ സേവനങ്ങൾ, അതായത് അത്തരത്തിലുള്ള സർവീസ് സെക്ടറുകളിൽ കാര്യമായ ഒരു ഊന്നൽ നൽകാനുള്ളൊരു നീക്കമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായി, അതായത് സേവിങ്സ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സേവിങ്സ് വർദ്ധിക്കുകയും സ്വാഭാവികമായും അതൊരു നിക്ഷേപ വർധനവിലേക്ക്, ക്യാപിറ്റലിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ഉൽപ്പാദനക്ഷമത വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സേവന മേഖലയ്ക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നത്. മറ്റൊരു പ്രധാന ഘടകം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഈ 38 പോയിന്റ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മളെല്ലാവരും പുറത്തുവിട്ടത്, അമേരിക്ക നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, അവിടെ ബില്ല് പാസ്സാക്കാനാവുന്നില്ല, സർക്കാർ ഓഫീസുകളൊക്കെ പൂട്ടേണ്ട അവസ്ഥയാണ്. അപ്പോൾ താരിഫ് യുദ്ധവുമായി ഡൊണാൾഡ് ട്രംപ് വന്ന സമയത്ത് എത്രത്തോളം കൃത്യമായ നിലപാടുകളാണ് നമ്മുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഇവിടെ സ്വീകരിച്ചത്, അത് രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ കരുത്ത് നൽകി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ?
തീർച്ചയായും താരിഫ് യുദ്ധത്തിൽ അല്ലെങ്കിൽ താരിഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഭാരതം മുന്നോട്ട് വെച്ച നയം, ആ നയത്തിനെ വാലിഡേറ്റ് ചെയ്യുന്നൊരു നീക്കം അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അധിക താരിഫ് ചുമത്തുമ്പോൾ സ്വാഭാവികമായും ഈ അധിക താരിഫിൻ്റെ സ്വാധീനം ഉണ്ടാവുകയും ഉത്പാദനക്ഷമതയെ അത് ബാധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതായത് ആഭ്യന്തര വിപണി കണ്ടെത്തുന്നതിലൂടെ ആ വിദേശ വിപണി, അതായത് എക്സ്പോർട്ട് മാർക്കറ്റിലൂടെ എന്താണോ നേടിയിരുന്നത് അത് ആഭ്യന്തര വിപണിയിലൂടെ ശാക്തീകരിക്കുക, സുസജ്ജമാക്കുക എന്ന കൃത്യമായൊരു നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ നയത്തെ വാലിഡേറ്റ് ചെയ്യുന്നു, അതായത് അതിനെ അംഗീകരിക്കുന്നു, അതിനെ എൻഡോസ് ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താരിഫ് യുദ്ധത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് കൃത്യമായ നിലപാടെടുക്കുമ്പോൾ 25% അധിക താരിഫിനേക്കാൾ ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയും ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയോടനുബന്ധമായ പണപ്പെരുപ്പ് നിരക്കിൻ്റെ സ്വാധീന ഘടകങ്ങളുമാണ് പ്രാധാന്യം നൽകിയത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും. അതുതന്നെയാണ് കൃത്യമായും അത് വിപണിയെ സ്വാധീനിക്കുകയും പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണ വിധേയമായി നിലനിൽക്കുകയും ചെയ്തത്. അത്തരത്തിൽ അധിക താരിഫ് ചുമത്തുന്നത് ഭാരതത്തിൻ്റെ നയത്തിനെതിരെ, ഭാരതത്തിൻ്റെ ഏത് രീതിയിലാണോ പ്രതികരണം, 50% അധിക താരിഫ് ഭാരതത്തിൻ്റെ സമ്പദ് രംഗത്തെ ഒരു ചലനവും ഉണ്ടാകും, ഒരു ഉലച്ചിലും വരുത്താതെ സൂക്ഷിക്കുന്നതിന് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ച നയം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വീണ്ടും വാലിഡേറ്റ് ചെയ്യുകയാണ് ഈ റിപ്പോ നിരക്കുകൾ പുറത്തു വരുമ്പോൾ. നമുക്കറിയാവുന്നതാണ്, 50% അധിക താരിഫ് ഏർപ്പെടുത്തിയത് ഭാരതത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നതിൻ്റെ ഘടകങ്ങൾ നേരത്തെ പെട്രോളിയത്തിൻ്റെ വിഷയവും അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയത്തിൻ്റെ വിഷയവും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെ അധിക താരിഫ് വിഷയവുമാണ്. ഈ രണ്ട് ഘടകങ്ങളും എന്താണോ അമേരിക്ക ഉദ്ദേശിക്കുന്നത്, അമേരിക്ക അവിടെ ഉത്പാദനം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നികുതി ഒഴിവാക്കാം എന്ന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അതേ നയം തന്നെ ഭാരതം സ്വീകരിക്കുകയും ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഭാരതത്തിൽ തന്നെ വിപണി കണ്ടെത്തുകയും സ്വാഭാവികമായും ഭാരതത്തിൻ്റെ ഉത്പാദനം കൃത്യമായി നിലനിർത്തുകയും ചെയ്തതോടെയാണ് ഈ പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രിക്കാനായതും പ്രതീക്ഷിച്ചത്ര പണപ്പെരുപ്പം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഡിമാൻഡ് കുറയുമ്പോൾ അതിൻ്റെ ലഭ്യത കുറയും, സപ്ലൈ കുറയും, ഒരു ആവശ്യത്തിനനുസരിച്ച് ഉത്പാദനം സാധ്യമല്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പല രീതിയിലും അത് സ്വാധീനിക്കാനുള്ള, രാജ്യത്തെ ഡിമാൻഡിനെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും. ആ സാധ്യതയെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നതിനെ ഒരു മാക്രോ എക്കണോമിക് ലെവലിലും മൈക്രോ എക്കണോമിക് ലെവലിലും അതിനെ അഭിസംബോധന ചെയ്യുന്നതിനെ പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്ക് സാധ്യമായി എന്നതിനെ ഒരു തെളിവ് കൂടി നൽകുന്നതാണ് ഇന്ന് വന്ന റിപ്പോ നിരക്കുകൾ.